Morning students, today we'll discuss about transistor. So what is transistor? Transistor is an electronic device. It contains two PN junction and it has three terminals. Okay, and the main function that it has two PN junction and three terminals. The main function of transistor is to amplify the voltage and current. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ടിൻ്റെയും വോൾട്ടേജിനെയും നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആംപ്ലിഫയേഴ്സിലും ഓസിലേറ്റേഴ്സിലും എല്ലാം നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. ഓക്കെ, സോ നമ്മൾ ആംപ്ലിഫിക്കേഷൻ മെയിൻ ഫങ്ഷൻ ഓഫ് ട്രാൻസിസ്റ്റർ എന്താണ്? ആംപ്ലിഫിക്കേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഒരു സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഇലക്ട്രോണിക് സിഗ്നൽസിനെ റെഗുലേറ്റ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു അതിൻ്റെ അങ്ങനെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. And the transistor is made up of silicon and ഇവിടെ പറഞ്ഞ പോലെ 3 terminals ഉണ്ടെന്ന് പറഞ്ഞു. So one terminal is there are 3 terminals and one terminal is emitter here, base and collector. Okay, there are 3 terminals, one is emitter, base and collector and 3 layer device ആണ്. ട്രാൻസിസ്റ്റർ ഒരു 3 ലെയർ ഡിവൈസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ N ലെയർ, ഇറ്റ് ഈസ് എ 3 ലെയർ ഡിവൈസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ N ലെയർ ഇൻ ബിറ്റ്വീൻ 2 P ലെയർ, N ലെയർ ഇൻ ബിറ്റ്വീൻ 2 P ലെയർ ആൻഡ് 2 P ലെയർ ഇൻ ബിറ്റ്വീൻ 2 N ലെയർ. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, based on the structure of transistor is divided into 2 term, that is BJT and FET. What is BJT? Bipolar junction transistor and FET is field effect transistor. ഇതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ I am just discussing about it. So BJT is divided into ഒരു ഡിവിഷനും കൂടി പോകുന്നുണ്ട്, that is NPN and PNP junction. Okay, NPN and PNP junction. നമുക്ക് ഈ NPN ഉം PNP junction ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൽ നമുക്കിത് രണ്ടും പഠിക്കാനുണ്ട്. ഓക്കെ, സോ NPN ഉം PNP എങ്ങനെയാണെന്ന് വെച്ചാൽ ലെറ്റ് us കൺസിഡർ. നമ്മൾ പറഞ്ഞു NPN, സോ NPN ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, 2 Nഉം ഒരു നടുവിലൊരു Pയും. ഓക്കെ, നമ്മൾ പറഞ്ഞു 3 ടെർമിനൽ ഉണ്ടെന്ന്. സോ വി ആർ ഡ്രോയിങ് 3 terminals here. ഓക്കെ, ആൻഡ് സിമിലർലി PNP എങ്ങനെയായിരിക്കും? PNPA ആൻഡ് ദർ ആർ 3 terminals here. ഓക്കെ, 3 ടെർമിനൽസും ഉണ്ട്. ഇനി ഇതിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിള് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ബേസ് ആയിരിക്കും. ബേസ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ബേസ് ആയിരിക്കും, കളക്ടറാണ്, എമിറ്ററാണ്. സോ എമിറ്ററും കളക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എമിറ്ററിന് ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാവും, ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അപ്പം ആരോ മാർക്ക് ബേസിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ ബേസ്
ബേസിൽ നിന്നും എമിറ്ററിലേക്കാണ് കറണ്ടിൻ്റെ ആരോ മാർക്കെങ്കിൽ, ആരോ മാർക്ക് ഇങ്ങനെയാണെങ്കിൽ അത് NPN ട്രാൻസിസ്റ്റർ ആയിരിക്കും. കറണ്ട് ഫ്ലോ ഇങ്ങനെ ആരോ മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഇത് ബേസാണ്, ഇത് കളക്ടറാണ്, ഇത് എമിറ്ററാണ്. ആൻഡ് ആരോ മാർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ബേസിൽ നിന്നും എമിറ്ററിലേക്കാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് NPN ട്രാൻസിസ്റ്റർ. ഇനി PNP ട്രാൻസിസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ. PNP ട്രാൻസിസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ എമിറ്ററിൽ നിന്നും എന്ത് ചെയ്യാണ്, ബേസിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാണ്. സോ ദിസ് ഇസ് എമിറ്റർ, ദിസ് ഇസ് ബേസ് ആൻഡ് ദിസ് ഇസ് കളക്ടർ. അപ്പോൾ എമിറ്ററിൽ നിന്നും ആരോ മാർക്ക് ബേസിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാണ്. സോ ദിസ് ഇസ് PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, അതാണ് PNP ട്രാൻസിസ്റ്റർ. സോ NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. സോ നൗ നമുക്ക് കളക്ടറിൻ്റെയും ബേസിൻ്റെയും എമിറ്ററിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. നമ്മൾ എമിറ്ററിൻ്റെ ഫങ്ഷൻ പറയുകയാണെങ്കിൽ എമിറ്റർ ഇസ് കണക്റ്റഡ് ഫോർവേഡ് ബയാസ്ഡ്. എമിറ്റർ എപ്പോഴും എന്താണ്, കണക്റ്റഡ് ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫോർവേഡ് അതായത് എമിറ്റർ എപ്പോഴും ബേസുമായിട്ട് ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, എമിറ്റർ ഇസ് കണക്റ്റഡ് വിത്ത് ഫോർവേഡ് ബയാസ്ഡ് വിത്ത് ബേസ് ആയിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ supplies large amount of majority charge carriers. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഒരുപാട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ജംഗ്ഷൻ സപ്ലൈസ് very large amount of majority charge carriers. Okay, and emitter is heavily doped and low resistance. ഒരു ഡോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ പറഞ്ഞതാണ്. സോ എമിറ്റർ ഇസ് ഹെവിലി ഡോപ്ഡ് ആൻഡ് ലോ റെസിസ്റ്റൻസ്. ഇത്രയും പോയിൻറ്റ്സ് ആണ് എമിറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. നൗ ഇറ്റ് ഈസ് ബേസ്. സോ ബേസിനെ പറ്റി എന്താണ്, ഇറ്റ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. ഓക്കെ, ഹെവിലി ഡോപ്ഡ് ആണ് എമിറ്റർ, പക്ഷേ ബേസ് ഇസ് ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി തിൻ. ഒരുപാട് തിന്നാണ്. എമിറ്റർ മോഡറേറ്റ്ലി തിന്നാണ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി ലാർജ് ആവുമ്പം ബേസ് വെരി തിന്നാണ്. ഓക്കെ, റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ. ആൻഡ് ബേസിൽ നിന്നും there are two circuit forming രണ്ട് സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വൺ ഇസ് ഇൻപുട്ട് സർക്യൂട്ട് വിത്ത് എമിറ്ററിൽ നിന്നും ഇൻപുട്ട് സർക്യൂട്ട് ബേസിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ നിന്നും ഔട്ട്പുട്ട് സർക്യൂട്ട് വിത്ത് കളക്ടർ. ഓക്കെ, ബേസിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് കളക്ടറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ ദർ ആർ 2 സർക്യൂട്ട് ഫോമിങ് ഇൻ ബേസ്. ഈ ബേസിൻ്റെ ഫങ്ഷൻ മെയിൻലി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് കളക്ടർ. കളക്ടറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കളക്ടർ ഇസ് റിവേഴ്സ് ബയാസ്ഡ് വിത്ത് ബേസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എമിറ്റർ is forward biased with the base. Here it is reverse biased with the base. ബേസിൽ നിന്നും ബേസിനോട് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് ഇറ്റ് ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. ഹെവിലി ഡോപ്ഡ് ആണ് എന്ത്, എമിറ്റർ. എന്നാൽ ബേസ് എന്താണ്, വെരി ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. പക്ഷേ കളക്ടർ എന്താണ്, മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, moderately doped
and it is offering very high resistance, and it offers very high resistance. And കളക്ടറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കളക്ട് ദ മെജോറിറ്റി, അതായത് എമിറ്ററിൽ നിന്നും വരുന്ന എമിറ്റർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. ആ സപ്ലൈ ചെയ്യുന്ന ആ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കളക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കളക്ട്സ് ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ വിച്ച് ദ എമിറ്റർ സപ്ലൈസ്, ആൻഡ് ഇറ്റ് ഈസ് ലാർജസ്റ്റ് ഓഫ് 3 region. ഈ കളക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാർജസ്റ്റ്. ഓക്കെ, ലാർജസ്റ്റ് ഓഫ് 3 region. 3 റീജിയനിൽ വെച്ച് ഏറ്റവും ലാർജസ്റ്റ് വണ്ണ് കളക്ടറാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് എമിറ്റർ, and the thin, it is very thin, base is very thin relatively ഇവരെക്കാളും lightly very thin ആണ് എന്ത് ബേസ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ പറഞ്ഞു വോൾട്ടേജും കറണ്ടും ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ട്രാൻസിസ്റ്റർ നമ്മൾ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ, എമിറ്ററും ബേസും തമ്മിലുള്ള ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങും, എന്നാൽ ബേസും കളക്ടർ ജംഗ്ഷനും എന്തായി മാറുന്നുണ്ട്, റിവേഴ്സ് ബയാസിങ്ങുമായിട്ട് മാറുന്നുണ്ട്. സോ എമിറ്ററിൽ നിന്നാണ് കറണ്ട് എപ്പോഴും ബേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എമിറ്റർ ടു ബേസ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫോർവേഡ് ബയാസിങ് ആണ്, ഈ ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസിങ് ആണ്. ഓക്കെ, അങ്ങനെ കറണ്ട് എപ്പോഴും എമിറ്ററിൽ നിന്നും ബേസിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഈ എമിറ്ററിൽ നിന്നുള്ള, അതായത് നമ്മൾ പറഞ്ഞു മെജോറിറ്റി എമിറ്റർ ഈസ് സപ്ലൈയിങ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഒരുപാട് ചാർജ് കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എമിറ്ററിൽ നിന്നും കറണ്ട് ഫ്ലോ ചെയ്തിട്ട് അതിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ബേസിലേക്ക് ബേസിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ബേസ് ഒരു തിൻ റീജിയൻ ആയതുകൊണ്ട് അവിടെ ഹോൾസുമായിട്ട് ഇലക്ട്രോൺസിനെ റീകമ്പൈൻ ചെയ്യാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും. കാരണം എന്താണ്, ബേസ് വളരെ തിന്നാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ബേസ് വളരെ തിന്നായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കറണ്ട് IB കറണ്ട്, അതായത് IE കറണ്ട് എന്ന് പറയുന്നത് എമിറ്റർ കറണ്ട് ആണെങ്കിൽ, IE കറണ്ട് എന്താണ്, എമിറ്റർ കറണ്ട് ആണെങ്കിൽ, IB കറണ്ട് ബേസ് കറണ്ട് ആണെങ്കിൽ, ആൻഡ് IC കറണ്ട് കളക്ടർ കറണ്ട് ആണെങ്കിൽ, എമിറ്ററിൽ നിന്നുള്ള കറണ്ട് ഒരുപാട് വരുന്നുണ്ട് അല്ലേ. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട് എമിറ്റർ. പക്ഷേ ബേസ് വളരെ തിന്നായതുകൊണ്ട് ഇലക്ട്രോണും ഹോൾസും തമ്മിലുള്ള റീകോമ്പിനേഷൻ കുറച്ചേ നടക്കുള്ളൂ. ആ റീകോമ്പിനേഷൻ കുറച്ചേ നടക്കുള്ളതുകൊണ്ട് തന്നെ IB കറണ്ട് കൺട്രോൾഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബേസിൽ നിന്നും കളക്ടറിലേക്ക് പോകുന്ന കറണ്ടും എന്തായിരിക്കും, വളരെ കൺട്രോൾഡ് ആയിരിക്കും. സോ IC കറണ്ടും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് മോർ കൺട്രോൾഡ്. സോ ട്രാൻസിസ്റ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ കളക്ടർ കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ട്രാൻസിസ്റ്ററിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഫങ്ഷൻ കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എങ്ങനെ കിട്ടും, IE കറണ്ട് എമിറ്റർ കറണ്ടാണ്, ബേസ് കറണ്ട് IB ആണെങ്കിൽ, കളക്ടർ കറണ്ട് IC ആണെങ്കിൽ IE is equal to IB plus IC. ഓക്കെ, this is our output current. Basic equation is IE is equal to IB plus IC. Okay. This is the introduction for transistor. Hope you all understood. Thank you.